അയ്യോ വീണ്ടും അത് പറഞ്ഞ അല്ല, അപ്ലോഡ് ചെയ്യാതിരിക്കാൻ പറ്റില്ലെന്നേ. അങ്ങനെയാണെങ്കിൽ 2000 അന്ന് പറ്റി ചെയ്തതുകൊണ്ടല്ലേ ഇത് ചെയ്യേണ്ടി വന്നേ. പറയാം, ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് തർക്കവിഷയവുമായി പ്രശ്നമായി വഖഫ് സംരക്ഷണ സമിതി എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര സംഘടനയെല്ലാം ഇതിനകത്ത് കുറേ മുമ്പോട്ട് പോയി. ഇത് കുറേ നിങ്ങളിൽ ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ കുറേ സങ്കീർണമായ കഴിഞ്ഞ കാലത്തെ നാൾവഴികളെല്ലാം വിശദീകരിക്കേണ്ടി വരും. ഞാൻ അതിന് മുമ്പോട്ട് പോകുന്നില്ല. നമ്മുടെ പ്രശ്നം ഇതാ, അവിടെ ഒരു തർക്കമുണ്ട്. പറയട്ടെ, ആ തർക്കം 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാൻ കഴിയുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അത് ഒരുപക്ഷെ ആവേശത്തിൽ പറഞ്ഞതായിരിക്കാം, അദ്ദേഹം അതിശയോക്തിയിൽ പറഞ്ഞതായിരിക്കും. അത് അങ്ങനെ പറഞ്ഞാൽ പോരെ. എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഇത് പരിഹരിക്കാൻ ഗവൺമെന്റ് സർവാത്മന മുന്നോട്ട് വരണം. അതിന് വഖഫ് ബോർഡും അതിലെ അംഗങ്ങളും എല്ലാ തരത്തിലുള്ള പിന്തുണയും കൊടുക്കും. വളരെ ആത്മാർത്ഥമായി പറയാണ്, എല്ലാ തരത്തിലുള്ള പിന്തുണയും കൊടുക്കും. ഏതുപോലെ LDFന്റെ കാലത്ത് സർക്കാരുകൾ തുടർച്ചയല്ലേ, ഒരു പ്രശ്നം അവിടെ ഉണ്ടായി. ഇപ്പോൾ 2021 UDFന്റെ സർക്കാരാണ് വന്നിരുന്നതെങ്കിലോ ഈ പ്രശ്നം അവിടെ ഉണ്ടല്ലോ. ആ പ്രശ്നം അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് മുൻകൈ എടുക്കേണ്ടി വരുമല്ലോ. അതുപോലെ ഇപ്പോൾ UDFന്റെ സർക്കാർ വന്നു, ശരിയല്ലേ? സർക്കാരുകൾ മാറിയും തിരിഞ്ഞും വരും. നാട്ടിലൊരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നം ശരിയായ രീതിയിൽ പരിഹരിക്കണ്ടേ? പരിഹരിക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. അങ്ങനെ പരിഹരിക്കാൻ വേണ്ടി മുന്നോട്ട് വരുമ്പോൾ ആരെയും കുടിയിറക്കിക്കൊണ്ടല്ല, വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, കുടിയിറക്കിക്കൊണ്ടൊന്നുമല്ല. പക്ഷേ അത് ഒരു മൽപ്പിടുത്തവും ഞങ്ങൾ നടത്തുന്നില്ല. ഞങ്ങൾ തുറന്ന മനസ്സോടെയാണ് ഇതിനെ സമീപിക്കുന്നത്. അങ്ങനെയുള്ള ഞങ്ങളെ പഴിചാരി ശ്രീ VD സതീശൻ ഇനിഷ്യേറ്റീവിൽ നിന്ന് രക്ഷപ്പെടരുത്. എല്ലാം സെൻസിറ്റീവ് അല്ലേ? നിങ്ങൾ നോക്കൂ, അത് ഉമീദ് പോർട്ടൽ അതെങ്ങനെ ചെയ്യാൻ പറ്റും? ചെയ്യാൻ അത് അതേന്നെ, അത് തന്നെ അവന്റെ ഉത്തരം. അതിന്റെ ഉത്തരം അത് ചോദിച്ചാൽ മതി, അവരാരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ. ഞങ്ങൾ ഉത്തരവാദിയല്ല. ഇരുപത്തിനാല് നമ്മുടെ പിണറായി സർക്കാർ. അതെ. പക്ഷെ അതല്ലാന്നേ നിങ്ങൾ കാണേണ്ടത്. വീണ്ടും നിങ്ങൾ രജിസ്റ്റർ എന്ന പദം ബോധപൂർവ്വം ഉപയോഗിക്കുകയാണ്. അത് എങ്ങനെയാ? എന്താ കുഴപ്പം? അപ്പൊ ഇതിന്റെ വഖഫ് സ്റ്റാറ്റസ് ശ്രദ്ധിച്ചു കേൾക്കൂ. വഖഫ് ബോർഡിന്റെ നിലയിൽ എന്താ ചെയ്യേണ്ടത്? വഖഫ് ബോർഡ് എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, ശരിയല്ലേ? ആ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്താ? ആ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയിന്മേൽ നിക്ഷിപ്തമായ ഉത്തരവാദിത്വം എന്താ? വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതിനല്ലേ ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, ശരിയല്ലേ? അവരതല്ലേ ചെയ്യുള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, അതിനതേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങിരുന്നാലും അതേ ചെയ്യാൻ പറ്റുള്ളൂ നിയമനുസൃതമായി. അതിന് പരിമിതിയുണ്ട്. വഖഫ് ബോർഡിന്റെ പരിമിതിയാണത് ഈ വിഷയത്തിൽ. കാരണം അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. സ്റ്റാറ്റ്യൂട്ടറി ബോർഡാകയാൽ നിയമം അനുശാസിക്കുന്ന ഉത്തരവാദിത്തമാണ് അത് ചെയ്യേണ്ടത്. ആ ഉത്തരവാദിത്തമാണ് അവർ ചെയ്തത്, ശരിയല്ലേ? എന്നാൽ ഗവൺമെന്റ് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നു. ആ ഇനിഷ്യേറ്റീവിനൊപ്പം സർവാത്മന പിന്തുണയ്ക്കും എന്നാണ് പറഞ്ഞത്. അവിടെ ഞങ്ങൾക്ക് സ്റ്റാറ്റ്യൂട്ടറി ബോർഡാണ്, ഞങ്ങൾക്ക് ഈ അവകാശമുണ്ട്, അതിങ്ങനെയാണ് എന്നൊന്നും ഞങ്ങൾ നിൽക്കില്ല. ഇപ്പോൾ എന്താ ഇവിടെ ബേസിക്കലി സംഭവിച്ചത്? എന്താ? സങ്കീർണമായൊരു പ്രശ്നം. താങ്കളിത് കുറെ ഫോളോ ചെയ്ത ഒരാളാണെന്ന് മനസ്സിലായി. വളരെ സങ്കീർണമാണല്ലോ ഈ പ്രശ്നം, അത് തർക്കമില്ലല്ലോ. അങ്ങൊരു കാര്യം പറ, ഇത്രയും സങ്കീർണമായൊരു പ്രശ്നം 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞതിനെ ഞാൻ ഏത് കാറ്റഗറിയിലാണ് ആ വാദത്തെ ഉൾപ്പെടുത്തേണ്ടത്? അങ്ങ് പറ. ഗീർവാണം പറഞ്ഞെന്ന് പറയണോ? എന്താ പറയണ്ട? അങ്ങ് പറയും.
എന്താ പറയേണ്ടത്? ആ അവകാശവാദത്തെ ഇതിത്രയും സമർത്ഥമായി പഠിച്ച താങ്കളെന്ന മാധ്യമപ്രവർത്തകൻ പറയൂ. വളരെ സങ്കീർണമായൊരു കേസ് 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്ന കേസാണെന്ന് പറഞ്ഞത്, ഇതിനേക്കാൾ നിരുത്തരവാദപരമായൊരു സ്റ്റേറ്റ്മെന്റ് താങ്കൾ വേറെ കണ്ടിട്ടുണ്ടോ? പറ. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അപ്പൊ 10 മിനിറ്റ് ഇപ്പോൾ ആളുകൾ ചോദിക്കാൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ തന്നെ വാക്ക് പറഞ്ഞ വാക്കാണേ വാക്ക്. അപ്പോൾ വാക്കിന്മേൽ ആളുകൾ പിടിക്കാൻ തുടങ്ങി. സാറ് പറഞ്ഞ 10 മിനിറ്റ് കഴിഞ്ഞല്ലോ സാറേ എന്ന് ചോദിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അതിൽ നിന്ന് തടി രക്ഷപ്പെടാൻ വേണ്ടി നിരുത്തരവാദപരമായ പുതിയ കുറേ സ്റ്റേറ്റ്മെന്റ് വെച്ചു. ആരെ ബദലേക്ക് വെച്ചു? LDF. അത് ശരിയാണോ? നിങ്ങൾ പറ. അത് ശരിയാണോ? അത് ശരിയല്ലല്ലോ. അത് അങ്ങനെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും? അവിടുത്തെ ഈ ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കാൻ പറ്റുമോ? അപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലിരിക്കുന്ന ഒരാൾ ആ സ്വഭാവം എല്ലാം കളയണ്ടേ? ഇതാ ഞാൻ ചോദിച്ചത്. അവസാനിച്ചു തോന്നല്ലേ? ഇപ്പോൾ ചുരുക്കത്തിൽ ഇതാണ് മുനമ്പം വിഷയത്തിലെ പ്രശ്നം പരിഹരിക്കുന്നതിന് നിലവിൽ വഖഫ് ബോർഡിലുള്ള CPIM പ്രതിനിധികളൊക്കെ അല്ലെങ്കിൽ LDF പ്രതിനിധികളായ അല്ലെങ്കിൽ LDF-ന്റെ കാലത്ത് നിയമിക്കപ്പെട്ട എന്ന് അദ്ദേഹം പറയപ്പെടുന്ന ഈ സ്റ്റാറ്റ്യൂട്ടറി ബോർഡ്, വഖഫ് ബോർഡ് സർവാത്മന എല്ലാ പിന്തുണയും കൊടുത്താണ് ആ പ്രശ്നം പരിഹരിക്കാൻ. ഞാൻ അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് സെൻസിറ്റീവായ ഒരു വിഷയമായതുകൊണ്ടാണ് ഈ പറഞ്ഞ വാചകം ദയവായി ശ്രദ്ധിക്കണം, തെറ്റിദ്ധരിക്കപ്പെടരുത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഇപ്പോഴത്തെ ഒരു പ്രത്യേകത പറയുന്നതിൻ്റെ ഒരു ഭാഗം മാത്രമൊക്കെയാണ് നിങ്ങൾ കാർഡായി വിടുന്നത്. അപ്പം കാണുന്ന ആളുകൾ ആ കാർഡ് കണ്ടിട്ടായിരിക്കും ജഡ്ജ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വിവരം സാധാരണ ഒരു വാർത്താ സമ്മേളനമായി കാണരുത്. നിങ്ങളത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഉദ്ദേശിച്ച ഈ കാര്യങ്ങളുടെ എല്ലാം സാരാംശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ദയവായി റിപ്പോർട്ട് ചെയ്യണം. അത് മാധ്യമപ്രവർത്തനത്തിൻ്റെ ധാർമ്മികതയാണെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ഈ പ്രശ്നം, സെൻസിറ്റീവായ ഈ പ്രശ്നം ഏറ്റവും മുഴുവൻ പേരെയും വിശ്വാസത്തിലെടുത്ത് നീതിപൂർവമായും അവിടെ ഒരാളെയും കുടിയൊഴിപ്പിക്കാതെയും അവിടുത്തെ ആളുകളുടെ എല്ലാ ആശങ്കകളും പരിഹരിച്ചുകൊണ്ട്, എല്ലാവരുടെയും ആശങ്കകൾ പരിഹരിച്ചുകൊണ്ട് അത് പരിഹരിക്കുന്നതിന് ഗവൺമെന്റ് നിലപാടെടുക്കട്ടെ, മുൻപോട്ട് പോകട്ടെ. അതിൽ നിന്നും വേറിട്ടൊരു നിലപാട് ഞങ്ങളതെടുക്കില്ല. അത് വളരെ പോസിറ്റീവായ ആ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള നടപടിയായിരിക്കും വഖഫ് ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക. ഒരു കടുംപിടുത്തം വഖഫ് ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. അത് ഞങ്ങൾ അക്കാര്യത്തിൽ സമൂഹത്തോട് പ്രതിജ്ഞാബദ്ധമാണല്ലോ. ഒരു പ്രശ്നം ഉണ്ടാക്കാനായി വഖഫ് ബോർഡ് നിൽക്കില്ല. പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള നിയമപരമായും എല്ലാ തരത്തിലുമുള്ള ഞങ്ങളുടെ ഒരു പോസിറ്റീവ് സമീപനം തന്നെ ആയിരിക്കും എടുക്കുക. അതാണ് അതിന്റെ ബേസ്. അങ്ങനെയുള്ള വഖഫ് ബോർഡിനെ തന്റെ വീഴ്ച മറച്ചു വയ്ക്കാൻ വേണ്ടി ബ്ലെയിം ചെയ്യുന്നത് അത് രാഷ്ട്രീയമായ നീതിയല്ല.